എനിക്ക് വളരെ നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു ഭയങ്കര പ്രചോദനമായിരിക്കും, ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇന്ന് നിങ്ങളത് തുടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഒരിക്കലെങ്കിലും 12 മണിക്കോ പുലർച്ചെ 3 മണിക്കോ 2 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ഒരനുഭവം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ഒരിക്കലെങ്കിലും പുലർച്ചെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരു കൂട്ടരുണ്ട്, എനിക്കൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളുടെ വിലപ്പെട്ട സഹകരണം ആവശ്യമാണ്. 10-15 മിനിറ്റിനകത്ത് തീരുന്ന ഈ സന്ദേശത്തിൽ ജീവിതം മുഴുവനും അവസാനിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകവും ഒരാത്മമാരിയും കർത്താവ് നിങ്ങളുടെ മേൽ പകരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നോക്കൂ, പുലർച്ചെ 3 മണി എന്ന് പറയുന്നത് ഒരു മാജിക് ടൈം ഒന്നും അല്ല. അതിനകത്ത് ആ സമയത്തിന് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ സമയത്തെ കൊണ്ട് ജീവിതത്തിൽ പലതും ചെയ്തെടുക്കാനായി സാധിക്കും. പുലർച്ചെ 3 മണി എന്ന് പറയുന്നത് നോയിസ് ഇല്ലാത്ത ഒരു ശബ്ദമാണ്. പലപ്പോഴും നോയിസ് കുറയുമ്പോഴാണ് ദൈവത്തിന്റെ വോയിസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. ദൈവവചനം പരിശോധിക്കുമ്പോഴും നോയിസിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിന്ന ഒരു ഭൃത്യന്റെ നടുവിൽ ദൈവം തന്റെ വോയിസ് പുറപ്പെടുവിച്ചത് നമുക്ക് കാണാനായി സാധിക്കും. ഒത്തിരി ദൈവദാസന്മാരുടെ ചരിത്രം നമുക്ക് എടുക്കുമ്പോൾ ബൈബിളിൽ നിന്ന് തന്നെ ചില വ്യക്തിത്വങ്ങളെ എടുക്കുമ്പോൾ നോയിസ് ഇല്ലാത്ത സമയങ്ങളിൽ തെളിഞ്ഞു വന്ന ദൈവത്തിന്റെ വോയിസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ പ്രപഞ്ചത്തെ തന്നെ ഒന്നെടുത്താൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ശബ്ദങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതിരുന്ന സമയത്താണ് ദൈവത്തിന്റെ വോയിസ് ചിലത് ക്രിയേഷന് വേണ്ടിയിട്ട് പുറപ്പെട്ടു വന്നത്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആത്മാവിന്റെ ഒരു ശബ്ദം എൻ്റെ ഉള്ളിൽ കേൾക്കുന്നത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. നോക്കൂ, ചില ശൂന്യതകളുടെ നടുവിൽ, നിശബ്ദതയുടെ നടുവിൽ, മിണ്ടാനും പറയാനും കൂടെ നിൽക്കാനും ആരുമില്ലാത്തതിന്റെ നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പലരുടെയും നോയിസ്, പലരുടെയും സഹകരണം, പലരുടെയും സ്നേഹം തണുത്തും മാറിയും പോയത് ദൈവത്തിന്റെ വോയിസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ വേണ്ടിയിട്ടാണ്. ഈ ശബ്ദങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ മന്ദസ്വരങ്ങൾ നമ്മുടെ കാതുകൾക്കകത്ത് വന്നെത്തണമെന്നില്ല. പലരുടെയും ശബ്ദം അത് ബ്ലോക്ക് ചെയ്യും. പലതരത്തിലുള്ള ഇടപെടലുകൾ ദൈവത്തിന്റെ ശബ്ദത്തെ ബ്ലോക്ക് ചെയ്യും. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം, അതിൽ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിന്റെ ഒരു അനുഭവം അവിടെ പറയുന്നുണ്ട്. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കാം എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. കാറ്റിൽ ദൈവം ഏലിയാവിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഏലിയാവിന്റെ ജീവിതത്തിൽ വളരെ ശക്തമാകുന്ന ഒരു ദൈവിക ആലോചന ലഭിച്ചേ മതിയാകൂ എന്നുള്ള ഒരു സന്ദർഭം. ഇസബേലിന്റെയും ആഹാബിന്റെയും ഒക്കെ ഭീഷണിയുടെ മുമ്പിൽ ശുശ്രൂഷ പോലും മടുത്ത്, ഇനി എന്റെ ജീവിതത്തിൽ മുമ്പോട്ട് ഇനി എനിക്ക് ഒന്നും ചെയ്യണ്ട, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനാണ്, അതുകൊണ്ട് എന്നെ അങ്ങ് എടുക്കണം എന്നുള്ള നിർബന്ധത്തിൽ നിന്ന് ഏലിയാവിനോട് സംസാരിക്കാൻ ദൈവത്തിന് ചിലതുണ്ടായിരുന്നു. അത് കാറ്റിന്റെ സ്വരത്തിലൂടെയല്ല, അത് തീയുടെ അനുഭവത്തിലൂടെയല്ല, അത്
ഭൂകമ്പത്തിന്റെ സ്വരത്തിനകത്തല്ല. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ട സുഹൃത്തെ. വലിയ 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 മീറ്റിങ്ങുകളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും എന്ന് നിങ്ങൾ കരുതിയപ്പോൾ ദൈവശബ്ദം വന്നു കാണുകയില്ല. വലിയ 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 പ്രവാചകന്മാരിലൂടെയും വലിയ 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 വ്യക്തികളിലൂടെയും വ്യക്തിത്വങ്ങളിലൂടെയും ലോകം അറിയുന്നവരിലൂടെയും നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പല മീറ്റിങ്ങിലൂടെയും ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സംസാരിക്കും. ദൈവം ഇടപെടും. ഇന്നൊരു ദൈവപ്രവൃത്തി ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾ കരുതിയെങ്കിലും അതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു എന്ന് വരികയില്ല, നടന്നിട്ടുണ്ടാകില്ല. ആ മീറ്റിംഗ് പോലും നിങ്ങൾക്ക് പലപ്പോഴും നിരാശയാണ് സമ്മാനിച്ചതെങ്കിൽ എനിക്ക് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം തന്നെ ഭക്ഷണമെന്നും ആധാരമെന്നും ആശ്രയമെന്നും കണ്ട് നെഞ്ചോട് ആ വചനം കെട്ടിപ്പിടിച്ച് കരയുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ദൈവാത്മാവിൽ ഇത് ആത്മനിയോഗത്തോടെ ആത്മശക്തിയോടെ അഭിഷേകത്തോടെ ഞാൻ ഇത് കൈമാറുകയാണ്. നീ പ്രതീക്ഷിച്ച പലരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിച്ച പല സ്ഥലത്തു നിന്നും പ്രതികരണങ്ങൾ നിങ്ങളെ തേടി വരാതിരിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിച്ച പലരിൽ നിന്നും നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം പലതും വരാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിന് ഏലിയാവിന് തെളിയിച്ചത് തന്നെ നിങ്ങളോട് തെളിയിക്കാനുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തീയിലൂടെ ദൈവം ഉത്തരം അരുളിയില്ലെങ്കിലും, കൊടുങ്കാറ്റിലൂടെ ദൈവം ഉത്തരം അരുളിയില്ലെങ്കിലും, ഭൂകമ്പം പോലെ ദൈവം ചില വിഷയങ്ങളിൽ ഇടപെട്ടില്ലെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിശബ്ദതയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും, സംസാരിക്കും. നിന്റെ കാതുകൾ കേൾക്കത്തക്കവണ്ണം, ആത്മാവ് തൊട്ടറിയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയപ്പെട്ട കുടുംബമേ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, 3 മണിക്ക്, ഞാൻ വീണ്ടും പറയുന്നു, 3 മണി എന്ന് പറയുന്ന സമയം നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന്, 3 മണിക്കേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നും ബൈബിൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. എന്നാൽ ബൈബിൾ അങ്ങനെ ഒന്നും പറയാതിരിക്കുമ്പോൾ എന്താണ് 3 മണിക്ക് ബൈബിളിൽ പ്രാധാന്യമുള്ളത് എന്ന് പരിശോധിച്ചാൽ, 3 മണി പലപ്പോഴും മനുഷ്യർ വിട്ടുവീഴ്ച ചെയ്യുന്ന സമയമാണ്. എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യുന്നത്? വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ സുഖമായി ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന സമയം. വളരെ ഡീപ്പ് സ്ലീപ്പിലേക്ക് ഒരു മനുഷ്യൻ വഴുതി വീഴുന്ന സമയം. ഈ 3 മണിയുടെ സമയം ഒരു വ്യക്തി എഴുന്നേറ്റാൽ തീർച്ചയായും അത് അവന്റെ ജീവിതത്തിലെ ഒരു സാക്രിഫൈസ് ആണ്. അവൻ അത് ഒരു ത്യാഗമാണ് ചെയ്യുന്നത്. അവന്റെ സന്തോഷങ്ങൾ, അവൻ അത് ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഒരു ത്യാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാനായി കഴിയുന്നത്. യേശു 4-ാം യാമത്തിൽ, അതായത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ആ സമയത്തിൽ യേശു വെള്ളത്തിന്മീതെ നടന്നു എന്ന് വചനത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നോക്കൂ, ആ സമയം ശിഷ്യന്മാർ ഏറ്റവും അധികം ഭീതിപ്പെട്ടു നിന്ന സമയം. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിനകത്ത് വലിയൊരു മർമ്മമുണ്ട്. ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു നിന്നൊരു സമയം. എന്താണ്? ആർത്തിരമ്പി വരുന്ന തിരമാലയും കാറ്റും ശിഷ്യന്മാരെ ഭയപ്പെടുത്തി. പക്ഷേ യേശു അവിടെ വന്നത് വളരെ ഭയങ്കരമാകുന്ന ഒരു സമയം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കാറ്റ് ആരംഭിച്ചപ്പോൾ യേശു വന്നില്ല, പടക് ഉലഞ്ഞപ്പോൾ യേശു വന്നില്ല, പടക് മുങ്ങുമാറാകുന്ന സമയം യേശു അവിടെ എത്തി. ഹല്ലേലൂയ. അവരെ ആ ഒരു കാറ്റ് എന്താണെന്ന് അറിയിച്ചില്ല എന്നല്ല, പടകുലയുന്ന ഭയം എന്താണെന്ന് അറിയിച്ചില്ല എന്നല്ല, തിര തള്ളിക്കയറിയാനുള്ള അവസ്ഥ എന്താണെന്ന് അറിയിച്ചില്ലെന്നല്ല, പക്ഷെ അത് മുങ്ങുന്നതിന് മുൻപേ ദൈവം, കർത്താവ് അവിടെ എത്തി. പലപ്പോഴും കാറ്റ് അവസാനിക്കുമ്പോഴല്ല ദൈവം അതിന്റെ മധ്യത്തിൽ എത്തുന്നത്. കാറ്റ് ശക്തമായി ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോഴാണ് യേശു നമ്മുടെ മധ്യത്തിലേക്ക് എത്തുന്നത്. ഞാൻ നിങ്ങളുടെ ജീവിതവുമായി ഇതൊന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കാറ്റ് വീശുമ്പോഴുള്ള ഭയം എന്താണ് എന്ന് നിങ്ങളെ അറിയിച്ചില്ല എന്നല്ല, നിങ്ങളുടെ ജീവിതം ആടി ഉലയുമ്പോൾ, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ മക്കളുടെ ഭാവി, ഇതൊക്കെ ആടി ഉലയുന്നത് ദൈവം കണ്ടില്ല എന്നുള്ളതല്ല. പക്ഷേ
നിങ്ങളുടെ ജീവിതം മുങ്ങുന്നു എന്നറിയുമ്പോൾ, നിങ്ങൾ തകർന്നു വീഴാറായി എന്നറിയുമ്പോൾ, അതിന്റെ ഏറ്റവും അവസാന സമയം ഈശാന മൂലനെ പോലെ ചില കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വണ്ണം വീശുന്നു എന്നറിയുമ്പോൾ നാഥൻ അതിന്റെ മധ്യത്തിൽ എത്തും. ഞാൻ ആത്മാവിൽ ഇത് കണ്ടുകൊണ്ട് പറയുകയാണ്, രാത്രിയുടെ യാമങ്ങളിൽ ഇതുപോലെ ഭയം തട്ടിയിട്ട്, ഇതുപോലെ എന്റെ ജീവിതം മുങ്ങാറായി കർത്താവേ, എന്റെ കയ്യിലുള്ളത് കൈവിട്ടു പോകാറായി കർത്താവേ, നീ എന്റെ ഈ ഭയത്തെ ഒന്ന് നീക്കിത്തരണം, എന്റെ ഈ പടകിനെ നീ ഒന്ന് സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളോട് പരിശുദ്ധ ആത്മാവ് പറയുന്നു, കർത്താവ് ഏറ്റവും ശക്തമായി നിന്റെ ജീവിതത്തിൽ കാറ്റടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആണോ ഇത്? ഈ കാറ്റടിക്കുന്ന സീസണിൽ കർത്താവ് നിന്റെ പടകിനടുത്തെത്തും. ഹല്ലേലൂയ. കാറ്റ് ഏറ്റവും ശക്തമായപ്പോഴാണ് യേശു ശിഷ്യന്മാരുടെ അടുത്തെത്തിയത്, ഏറ്റവും ശക്തമായ സമയത്ത്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെയാണ് ഇയ്യോബിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ വായിച്ചപ്പോൾ ഞാനത് എടുക്കുന്നില്ല. മനുഷ്യൻ ഗാഢ നിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, രാത്രിയിലെ ചില സ്വപ്നങ്ങൾ നിങ്ങളെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തി പ്രാർത്ഥിച്ചിട്ടില്ലേ? നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളായിരിക്കും. അത് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരുമോ? ചാടി എഴുന്നേക്കും. നിങ്ങൾ ആ സ്വപ്നത്തെ, കണ്ട സ്വപ്നം അതൊരിക്കലും അനുവദനീയമല്ലെങ്കിൽ നിങ്ങൾ ചാടി എഴുന്നേറ്റ് അതിനെതിരെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് കമന്റ് ചെയ്താട്ടെ. രാത്രി സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. രണ്ട് രീതിയിൽ സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും. ഒന്ന്, വരാൻ പോകുന്ന ചില കാര്യങ്ങളെ ദൈവം നമ്മുടെ സ്വപ്നത്തിലേക്ക് കണക്ട് ചെയ്തു തരും. കാരണം അവിടെ മനുഷ്യൻ എന്ന് പറയുന്ന നമ്മുടെ സഹകരണവും കൂടെ ദൈവത്തിന് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഏതെങ്കിലും ഓപ്പൺ ഡോറുകളിലൂടെ സാത്താൻ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് അവൻ അത് ചെയ്യും എന്ന് ദൈവം കണ്ടാൽ അത് നമ്മളെ ഇൻഫോം ചെയ്യും. ആ സമയം ഒരു മനുഷ്യന്റെ ആത്മമണ്ഡലം ശക്തിപ്പെടുത്തണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, അത് ദൈവത്തിന്റെ ആഗ്രഹവുമാണ്. ആ ആത്മമണ്ഡലം നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ സമയം ചെലവിടുമ്പോൾ, എല്ലാ ദിവസവും ആകണമെന്നില്ല, വീക്കിലി ആയിരിക്കാം ചിലർ പ്രാർത്ഥിക്കുക, ചിലർ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കാം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക, ചിലപ്പോൾ ആഴ്ചയിൽ 2 വട്ടം ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. അത് ഓരോരുത്തരുടെ ആരോഗ്യവും ഓരോരുത്തരുടെ മാനസികാവസ്ഥയും അനുസരിച്ചാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയം അവിടെ ഒരു സാക്രിഫൈസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമാകുന്ന നിലയിൽ ആത്മമണ്ഡലം ശക്തിപ്പെടും. രാത്രിയിൽ 3 മണിക്കും 2 മണിക്കും ഒക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് സാത്താൻ ഭയപ്പെടുമെന്നൊരു മീനിങ്ങേ ഇല്ല കേട്ടോ. സാത്താൻ ഭയപ്പെടുകയല്ല, പകരം നമ്മുടെ സ്പിരിച്വൽ റിലം അത്രയും സ്ട്രോങ് ആണ്. നമ്മുടെ സ്പിരിച്വൽ റിലം സ്ട്രോങ് ആകുന്നതാണ് സാത്താന്റെ ഭയം. അല്ലാതെ നമ്മുടെ ശബ്ദമോ നമ്മുടെ പ്രാർത്ഥനയോ ഒന്നും അല്ല സാത്താൻ ഭയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ റിലം സ്ട്രോങ് ആകുക, നിങ്ങളുടെ സ്പിരിച്വൽ റിലം വീക്ക് ആകുക, അതാണ് സാത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവൻ ഏറ്റവും സൗകര്യം അതാണ്. കാരണം അവന്റെ പണി കുറയും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗത്തിൽ ആക്സസ് കിട്ടും. എന്നൊരു വ്യക്തി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഇതുപോലെ ദൈവവചനം കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവന്റെ ആത്മമണ്ഡലം ശക്തിപ്പെടുകയാണ്. ആത്മമണ്ഡലം ശക്തിപ്പെടുകയാണ്. ഓരോ ചിന്തകൾ അവന്റെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് ഇടയ്ക്ക് ചാന്ത് കയറ്റി നിങ്ങൾ ആ കല്ലിനെ ഇടിച്ചുറപ്പിച്ച് അടുത്ത് കട്ട വെച്ച് കെട്ടി 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 നിങ്ങൾ ആത്മമണ്ഡലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് സാത്താനും ഭയങ്കര അസ്വസ്ഥതയാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് സാത്താന്റെ ഭയം. അതുകൊണ്ടാണ് നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് പേടിച്ചിട്ടോ ഇവനിപ്പോ പ്രാർത്ഥിച്ചെന്നെ പുറത്ത് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല. സാത്താന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മമണ്ഡലം പണിയുന്ന ഒരുവനാണ്. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പണിയുന്ന ഒരുവനാണ് സാത്താന്റെ പ്രശ്നം. പിശാചിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരുവനാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തവർക്ക് വലിയ പോരാട്ടമില്ല, പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കാത്തവന്റെ സ്പിരിച്വൽ റിലം എന്ന് പറയുന്നത് വേലി പൊളിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പ് പോലെയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ച് കടന്നു വരാൻ ശ്രമിക്കുന്ന
ജന്തുക്കൾക്ക്, ജീവികൾക്കൊന്നും കയറാൻ പറ്റാത്തതുപോലെ അവിടെ സുരക്ഷിതമായി മുള്ളുവേലി കെട്ടിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തീമതിൽ കെട്ടിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കോമ്പൗണ്ട് വാൾ കെട്ടിയിരിക്കുന്നത് പോലെ തടസ്സമാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം. അതാണ് അതിന്റെ കാരണം. പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ പറമ്പിൽ വളരെ വിളവുണ്ട് എന്ന് കണ്ട് അതിനെ തുരന്ന് മോഷ്ടിക്കാനായി വരുന്ന ചില കള്ളന്മാർക്ക് കയറാൻ പറ്റാത്തതുപോലെ സുരക്ഷിതത്വത്തിന്റെ മതിൽ എന്റെ ദൈവം തീർത്ത് തന്നത് തന്നെയാണ് ശത്രുവിന് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടുമുള്ള വൈരത്തിന്റെ, പകയുടെ, ശത്രുതയുടെ കാരണം കിട്ടുന്ന സമയം മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ മതിലിന് വിള്ളലും വിടവുമില്ല എന്ന് ഉറപ്പുവരുത്തിയും പലപ്പോഴും ചെറിയ ചില വിടവുകളും പൊട്ടലും പോലും വേഗത്തിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് ആ മതിലിനെ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്നത് പിശാചിന് കണ്ടുകൂടാ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി കുറയ്ക്കരുത്, മുൻപോട്ട് പോകുക. രാത്രിയിൽ നമ്മുടെ ആത്മാവ് കൂടുതൽ വിശ്രമിക്കുന്ന സമയം ദൈവം തന്റെ സ്വപ്നങ്ങൾ കൊണ്ടുവരും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുറെ പേരൊക്കെ ഈ നാളുകളിൽ അങ്ങ് വിട്ടുപോയെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ ഒരു കാരണമില്ലാതെ അകന്നു പോയെങ്കിൽ, ഈ നാളുകളിൽ നിങ്ങൾ ആത്മീയമായി ഒന്ന് മുന്നേറി വന്നപ്പോൾ ചില വ്യക്തികളൊക്കെ അകാരണമായി നിങ്ങളോട് പിണങ്ങിയെങ്കിൽ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താട്ടെ. പിണങ്ങിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയുക. അനാവശ്യമാകുന്ന ചില നോയിസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ സ്ഥലത്ത് ദൈവത്തിന്റെ വോയിസ് കൊണ്ട് നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളോട് ദൈവത്തിന് ചില മൂല്യവത്തായ കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. അതാണ് ചിലതിനെയൊക്കെ ദൈവം അങ്ങ് നീക്കിക്കളഞ്ഞത്. അപ്പോസ്തലന്മാരാണെങ്കിൽ തന്നെയും അവരുടെ ലൈഫിൽ ഒത്തിരി ആളുകളും രോഗികളും ഭൂതഗ്രസ്തരും കൊണ്ട് നിറഞ്ഞ നോയിസിനകത്ത് നിന്ന് കാരാഗ്രഹത്തിനകത്തേക്ക് നോയിസ് ഇല്ലാത്ത ഒരു ഐസൊലേഷൻ പീരീഡിലേക്ക് അവരെ മാറ്റിയ സമയം, അവർ ആ തടവിനകത്ത് കിടന്ന് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പ്രവൃത്തി വെളിപ്പെട്ടതിന്റെ കാരണം നോയിസിൽ നിന്ന് മാറിയുള്ളൊരു ജീവിതമാണ്. ഈ നാളുകളിൽ ഒത്തിരി പേർ ഉണ്ടായിരുന്ന നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അധികം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിട്ടുപോയവരെല്ലാം നിങ്ങളുടെ അരികിലേക്ക് കർത്താവ് കൂട്ടിയിണക്കും. ദൈവത്തിന്റെ വചനം സദൃശവാക്യങ്ങളിൽ പറയുന്നു, ഒരുത്തന്റെ വഴി യഹോവയ്ക്ക് പ്രസാദകരമാകുമ്പോൾ അവന്റെ ശത്രുക്കളെ പോലും അവനോടുകൂടെ കൂട്ടിയിണക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, കുറ്റം കൊണ്ടല്ല, പെരുമാറ്റം കൊണ്ടല്ല ചില വ്യക്തികളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എങ്കിൽ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ടതും വിഷാദിക്കേണ്ടതും ആകുന്ന കാര്യമില്ല. ആ സമയം കൂടെ നിങ്ങൾ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ വഴി ചൊവ്വുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. മാറിപ്പോയവർ അകാരണമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ ചില വ്യക്തികൾ ഒരു കാരണവും കൂടാതെ തന്നെ ആ പിണക്കമൊക്കെ അങ്ങ് മാറുമ്പോ മടങ്ങി വന്നുകൊള്ളും. ഈ നോയിസിനെ ദൈവം എടുത്തു മാറ്റിയത് അധികം ദൈവത്തിന്റെ വോയിസ് നിങ്ങളുടെ ജീവിതത്തിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 12 മണിക്ക് പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, 2 മണിക്ക് പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, 3 മണിക്ക് പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത പലതും മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന സമയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന പണികൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തിട്ടുണ്ട്. അത് പകലാണെങ്കിലും, അത് രാത്രിയാണെങ്കിലും, അത് അർദ്ധരാത്രികളാണെങ്കിലും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ ഉടൻ ദൈവത്തിന് കൊടുക്കുന്ന ആദ്യ ഫലമാണ് നമ്മുടെ സമയം. നമ്മള് ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആദ്യ ഫലം യഹോവയ്ക്കുള്ളതെന്നല്ലേ. നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ അയ്യോ സമയം ഒത്തിരി ആയിപ്പോയി എന്ന് പറഞ്ഞ് ഓടി കിച്ചണിലേക്കും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആദ്യ ഫലം ദൈവത്തിന് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ സമയം ഒരു ദിവസം, കർത്താവേ ഒരു പുതിയ ദിനം തന്നതിന് നന്ദി, ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തിരുമുമ്പിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. അത് വിവേകത്തോടും ജ്ഞാനത്തോടും ചില കൃപ നൽകണമേ. എന്നോട് ഇന്ന് അവിടുന്ന് സംസാരിക്കണമേ. എന്റെ ഇന്നത്തെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിക്കെങ്കിലും ഒരു ഗുണമുണ്ടാകണമേ എന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങളൊന്ന് ആരംഭിച്ചു. പലപ്പോഴും നിങ്ങൾ
പ്രാർത്ഥിച്ച സമയത്തിൽ ഉദ്ദേശിച്ച കാര്യത്തിന് വിടുതൽ കിട്ടിയില്ല എന്നുള്ളൊരു നിരാശ നിങ്ങളെ അലട്ടുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ചെറു പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയവരാണെങ്കിൽ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക. കൂട്ടായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ ഒരു നല്ല കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കണക്ട് ആകുക. അഭിഷേകമുള്ളൊരു കൂട്ടായ്മയിൽ കണക്ട് ആകുക. പ്രാർത്ഥിക്കുന്നവരുമായി കണക്ട് ആയി നിൽക്കുക. നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നവരുമായി കണക്ട് ആയി നിൽക്കുക. ഒരു വ്യക്തി അവൻ 12 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും പുലർച്ചെ 3 മണിക്കാണെങ്കിലും അവൻ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ചിലവിടുന്ന സമയം അവന്റെ ദിവസത്തിന്റെ ആദ്യ ഫലം അവൻ ദൈവത്തിന് കാഴ്ച കൊടുക്കണം. അവൻ അന്നത്തെ ദിവസം അനുഗ്രഹമായിരിക്കും. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ വിളവിന്റെ ഫലം ആദ്യം യഹോവയ്ക്ക്, നിങ്ങളുടെ സമയം ആദ്യം യഹോവയ്ക്ക്. നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദൈവമായിരിക്കണം. നിങ്ങളുടെ പ്രയോറിറ്റി ദൈവമാണ്. പൊന്നു ദൈവമക്കളെ, പൊന്നു ദൈവമക്കളെ, ദൈവം തമ്പുരാനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്തിന്റെ പുറകെ പോയി എന്ന് പറഞ്ഞാലും, അത് ഞാൻ എത്ര പ്രാർത്ഥനാ ജീവിതമുള്ളവനാണെന്നും എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളവനാണെന്നും ഞാൻ എത്ര ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവനാണെന്ന് പറഞ്ഞാലും ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ആദ്യ ഫലം യഹോവയ്ക്ക്. നിങ്ങളുടെ ദിവസത്തിന്റെ എപ്പോഴാണോ നിങ്ങൾ എഴുന്നേൽക്കുന്നത് ആ സമയം ആദ്യ ഫലം യഹോവയ്ക്ക്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാഹചര്യം മാറുന്നതിന് മുൻപേ മനസ്സാണ് മാറുന്നത്. നിങ്ങളുടെ സാഹചര്യം മാറുന്നതിന് മുൻപേ ആണ് ഇപ്പോൾ നിങ്ങൾ ചില പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. സാഹചര്യം മാറുന്നതിന് മുൻപേ മനസ്സ് മാറും. ഒന്ന് ടൈപ്പ് ചെയ്യാമോ താഴെ? സാഹചര്യം മാറുന്നതിന് മുൻപേ നിങ്ങളുടെ മനസ്സ് മാറും. നിങ്ങളുടെ മനസ്സിപ്പോ മാറിയിട്ടുണ്ടെങ്കിൽ, ചില ചിന്തകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ദൂതാണ്. നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകും. നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഭയം മാറുന്നതിന് മുൻപേ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് മാറും. നിങ്ങളെ അലട്ടുന്ന ചില ഭയങ്ങളുണ്ട്, നിങ്ങളെ ഭരിക്കുന്ന ചില ചിന്തകളുണ്ട്. അത് മാറുന്നതിന് മുൻപേ വിശ്വാസം മാറും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ശക്തമായി നാളുകളിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ മുന്നേറുക. അങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ അങ്ങനെയുള്ള സ്പെഷ്യൽ ടങ്സ് പ്രയറുകളും ഒക്കെ നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയാൽ അതിനകത്ത് നിങ്ങൾക്ക് പ്രയറിന്റെ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ ലഭിക്കും. അങ്ങനെ പ്രാർത്ഥനയിൽ പണിയപ്പെട്ട ഒരു കൂട്ടം ജനമുള്ള ഒരു ഫാമിലിയാണിത്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു കൂട്ടരുള്ള ഒരു ഫാമിലിയാണിത്. ആ ഫാമിലിക്കകത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദേശമൊക്കെ കേൾക്കുന്നതെങ്കിൽ ഞങ്ങൾ ആ പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിരിക്കുന്ന ആ കൂട്ടായ്മയിലേക്ക്, ആ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മാന്യ സുഹൃത്ത്, ഇന്നു മുതൽ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തി ആയാട്ടെ. നിർത്തിവെച്ചിരിക്കുന്ന 3 മണി പ്രാർത്ഥനയാണെങ്കിലും 2 മണി പ്രാർത്ഥനയാണെങ്കിലും 12 മണി പ്രാർത്ഥനയാണെങ്കിലും പകൽ സമയങ്ങളിലെ പ്രാർത്ഥനകളാണെങ്കിലും അവസരമുണ്ടായിട്ട് അത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. God bless you and I bless you. God be with you.